നമ്മളെ ഇന്നലെ താമസിച്ചത് ഈ ഒരു വീട്ടിലാണ്ടാ. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എല്ലാവിധ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ചെയ്തെന്ന്. അടിയിൽ ബെഡ്, മാറ്റ്, പിന്നെ ഷീറ്റൊക്കെ വിരിച്ചെന്ന്. പിന്നെ എൻ്റെ സ്ലീപ്പിംഗ് ബാഗ് ഇട്ടാണ്ട് ഞാൻ കിടന്നത്. എന്നോട് ചോദിച്ചാൽ ഈ പുതപ്പ് കാര്യങ്ങൾ വേണമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട്. അപ്പോൾ രാവിലെ എണീച്ചേട്ടാ, ഇനിയിപ്പോൾ പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങണം. ഇവരെന്തോ ഫുഡ് കാര്യങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പുറത്തേക്ക് പോയേക്കണേട്ടാ. എന്തായാലും കഴിച്ചിട്ട് ഇറങ്ങാം. അങ്ങനെ നമ്മളെ രാവിലത്തെ ഫുഡാണ്ട ചോറ്, പിന്നെ ഒരു ബോയിൽ കറിയുണ്ട്, ഉരുളക്കിഴങ്ങും പിന്നെ ഒരു ഇലയും കൂടി ഇട്ടുള്ള ഒരു ബോയിൽ കറി കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ ആലു, പിന്നെ മീൻ പൊരിച്ചത്, ഇതിൽ ചോറാണ്ട. പിന്നെ അതുപോലെ തന്നെ ഇത് ചട്നിയാണ്. ഇതൊരു എന്തോ ടൈപ്പ് ചട്നിയാട്ടോ. അത്യാവശ്യം നല്ല എരിവുണ്ട്. അപ്പം എന്തായാലും നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. ഇവിടുന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ ഉണ്ട് അച്ചസ്. അപ്പം അച്ചസ് എത്തുമെന്ന് അറിയില്ല, മാക്സിമം നോക്കാം. ഇങ്ങനെ കുഴച്ച് ഓക്കെ, താങ്ക് യു. കാണുന്നതാണ്ട പുള്ളീൻ്റെ വീട്. അങ്ങനെ നമ്മൾ പുള്ളീനോട് യാത്രയൊക്കെ പറഞ്ഞിറങ്ങി. കാരണം പുള്ളി അവിടെ ഡ്രസ്സ് അലയിക്കൊണ്ടിരിക്കുന്നതായിരുന്നു, ചെറിയ പണിയിലായിരുന്നു കേട്ടാ. നമ്മൾ ഇവിടുന്ന് അത്യാവശ്യം ഇറക്കമുണ്ട്, അതുപോലെ തന്നെ കയറ്റമുണ്ട് കേട്ടോ. ഹായ് എല്ലാവർക്കും, ട്രാവൽ ബൈ അഷ്കർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് അരുണാചലിലാണ്. അരുണാചലിലെ അച്ചസ് പോണ റൂട്ടിലാണ് കേട്ടോ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അനിനിയിലായിരുന്നു. അനിനിയിൽ നിന്ന് ഏകദേശം 30 സംതിങ് കിലോമീറ്റർ ഉണ്ട് അച്ചസിലേക്ക്. അപ്പം അങ്ങോട്ടേക്കാണ് നമ്മൾ പോകണേട്ടാ. ഈ ഒരു റൂട്ടാണ്. ഇവിടെ സൈക്കിൾ ചവിട്ടാനും പറ്റൂല, അതുപോലെ തന്നെ ബ്രേക്കും ഇല്ല. ചില സ്ഥലങ്ങളിൽ ഇറക്കാൻ പറ്റുമ്പോൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ പോണത്. വേറൊരു ഓപ്ഷൻ ഇല്ല. പിന്നെ അതുപോലെ തന്നെ അവിടെ എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ ടെൻ്റ് അടിക്കണമെങ്കിൽ ഇവിടെയുള്ള വില്ലേജിലുള്ള ആൾക്കാരോടൊക്കെ പെർമിഷൻ എടുക്കണം. കാരണം നമ്മൾ അവിടെ ഇവിടെയും ടെൻ്റ് അടിക്കാൻ സമ്മതിക്കില്ല. അത് ഓൾ അനിനിയിലാണ്. അനിനിയിൽ എല്ലാ സ്ഥലത്തും അങ്ങനെയെന്നാണ് പറഞ്ഞു കേട്ടത്. കണ്ടില്ല, ഇങ്ങനെ മുള വെച്ചുണ്ടാക്കിയ വീടാണ് ഈ കാണുന്നത്. വീടെന്തോ പണിതൻ്റെ ഇങ്ങനെയാണ്. ഹായ്, പാഞ്ചിക്കാ. സൈക്കിളിനെ ബ്രേക്ക് കുറവാണ്ട, പിടിച്ചിട്ടാണെങ്കിൽ മര്യാദക്ക് നിൽക്കല്ല, അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളിങ്ങനെയാണ് പോകണത്. അവിടെ പുള്ളി എന്തോ എന്നോട് പറഞ്ഞാൽ ഞാൻ നിൽക്കാൻ പറ്റിയില്ല കേട്ടോ. അവിടെ പെട്ടെന്ന് ഇറങ്ങിപ്പോയി. എന്തായാലും നമ്മൾ വീണ്ടും കണ്ടുകിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. സാധാരണ നമ്മളെല്ലാവരോടും ഇങ്ങനെ സംസാരിച്ചിട്ടൊക്കെയാണ് പോണത്. അത് വല്ലാത്തൊരു സന്തോഷമുള്ള കാര്യമാണ്. നമ്മളെ പോണ റൂട്ടിൽ 2 ഡീവിയേഷൻ ഉണ്ട്. നമ്മൾ റൈറ്റിൽ പോയി കഴിഞ്ഞാൽ ചിഗു, അതുപോലെ തന്നെ ബ്രൂണി, അച്ചസോ. ഇവിടെ നമ്മൾ ലെഫ്റ്റ് പോകണമെങ്കിൽ ഗിപ്പുലിൻ എന്ന് പറഞ്ഞൊരു വില്ലേജ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു വാട്ടർഫാൾ ഉണ്ട് കേട്ടോ, മത്തു വാട്ടർഫാൾ. അതിൽ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഡ്രീ വാലി എന്നാട്ടെ ഈ ഒരു ഏരിയയാണ് പറയണത്. അതായത് നമ്മൾ ഈ പോണ അച്ചസോ ആയിക്കോട്ടെ, ചിഗു ആയിക്കോട്ടെ, എല്ലാത്തിനും പറയണത് ഡ്രീ വാലി എന്നാണ്. അതുപോലെ ഗിപ്ലിംഗ് വാലി എന്നാണ് ഈ ഒരു സ്ഥലത്തിനെ പറയട്ടെ. ഇവിടുന്ന് ഏകദേശം 30-20 കിലോമീറ്റർ എന്തോ ഉണ്ട്. അച്ചസോ ആണെങ്കിൽ ഇവിടുന്ന് ഏകദേശം 16 കിലോമീറ്റർ എന്തോ ഉണ്ട്. അതുപോലെ തന്നെ ബ്രൂണി ആണെങ്കിൽ 50-60 കിലോമീറ്ററിന് അടുത്ത് തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പോണത് ഡ്രീ വാലിയിലേക്കാണ്. അവിടെ കണ്ടിട്ടാണ് നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് വന്നൊഴിക്കാണ് വെള്ളച്ചാട്ടം കാണാൻ പ്ലാൻ. എൻ്റെ സൈക്കിൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇന്നത്തെ കാലാവസ്ഥ കുഴപ്പമില്ല, നല്ല വെയിലുണ്ട്. അത്യാവശ്യം ഭയങ്കര വെയിലാണ്. ഇവിടുത്തെ ചൂടിന് ഭയങ്കര ഹ്യൂമിഡിറ്റി കൂടുതലാണ്. നമ്മുടെ നാട്ടിലെ പോലെയല്ല. ഇവിടെ നമ്മൾ ടെമ്പറേച്ചർ നോക്കുമ്പോഴും ഭയങ്കര കുറവാണെങ്കിൽ ചൂട് ഭയങ്കര ഉണ്ടാകും. അപ്പോൾ അത്യാവശ്യം നല്ല കയറ്റമുണ്ട്. കാരണം നമ്മുടെ സൈക്കിൾ കംപ്ലൈൻ്റ് ആയിട്ട് ഇങ്ങനെ ചവിട്ടി പോകാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് തള്ളി തന്നെ വേണം കേട്ടോ പോകാൻ. അതുപോലെ തന്നെ ഇവിടെ ഒരു പഴയൊരു തൂക്കുപാലം ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ കാട് പിടിച്ച് നശിഞ്ഞ് കിടക്കണേന്ന് തോന്നുന്നത്. ഇവിടെ ഒരു വഴിയുണ്ട്, നമുക്ക് എന്തായാലും അടിയിലേക്ക് ഇറങ്ങാൻ പറ്റുമോ നോക്കട്ടെ കേട്ടാ. നമ്മൾ ഈ കാണുന്ന റിവറിലെ ഈ ഒരു കാണുന്ന റിവറിൻ്റെ പേരാണ് ഡിറി റിവർ കേട്ടോ. ശരിക്കും ഡിറി വാലി എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. ഈ ഒരു റിവറിനെ ചൊല്ലിയാണ് ഡിറി വാലി എന്ന് പേര് വരാൻ കാരണം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റും കേട്ടോ. ഞാൻ ഇന്നലെ ട്രക്കിങ് ചെയ്ത് കഴിഞ്ഞിട്ട് വന്നിട്ട് നല്ല കാലുവേദന ഉണ്ട് കേട്ടോ. എന്ത് ഭംഗിയാണല്ലേ. ഇത് പഴയ ഒരു തൂക്കുപാലം ഓർമ്മട്ടാ. ഇതിപ്പോൾ നശിഞ്ഞിരിക്കുകയാണ്. ഇതിലൂടെ ഇങ്ങനെ നടന്നു പോകാൻ പറ്റൂല. ഇപ്പം എന്തായാലും പൊട്ടി വീഴും. ഇപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നു വേറെ പാലം കാര്യങ്ങളൊക്കെ ഇവർ അവിടെ നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു പാലം ക്രോസ് ചെയ്ത് വേണം നമ്മളിങ്ങനെ പോകാൻ വേണ്ടി. ഇവിടെ കൂടി ഒരു റൂട്ടുണ്ട് കേട്ടോ അച്ചസോ പോകാൻ വേണ്ടി. അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട് കേട്ടോ വെള്ളത്തിന്. അത്യാവശ്യം നല്ല രീതിയിൽ ഡേഞ്ചറുണ്ട്. ഇതിൽ വീണ് കഴിഞ്ഞാൽ എന്താവുമെന്ന് അറിയില്ല കേട്ടോ. കാരണം നമുക്ക് നീന്തി നിൽക്കാൻ പറ്റൂല. നമ്മൾ ഈ മേളിൽ കാണുന്നതിനേക്കാളും വലിയൊരു ഒഴുക്ക് അടിയിലും ഉണ്ട് കേട്ടോ. മേളിലും നല്ല ഒഴുക്കുണ്ടെങ്കിലും അടിയിലും അതേപോലെ തന്നെ നല്ല ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഇവിടെ നമുക്ക് ക്യാമ്പ് ചെയ്യാൻ വേണ്ടി പെർമിഷനും തരൂല കേട്ടാ ഇവിടെയുള്ള ആൾക്കാർ. കാരണം ഇത് ഡേഞ്ചറാണ്. ഈ ഒരു ഏരിയയിൽ വന്യജീവികൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് സേഫ്റ്റിയുടെ പ്രശ്നങ്ങൾ കൊണ്ട് ഇവിടെ ടെന്റ് അടിക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ ഇവിടെ ക്യാമ്പിംഗ് ഒന്നും അലോഡ് ചെയ്യാത്ത കേട്ടാ. നമ്മൾ പലയിടത്തും ചോദിച്ചിട്ടൊക്കെയാണ് ടെന്റ് അടിക്കണത്. എന്തായാലും നമുക്ക് തിരിച്ച് കയറാട്ടാ. ഈ ഒരു ബ്രിഡ്ജാണ് പുതിയത് പണിതത്. മറ്റേത് പഴയ ബ്രിഡ്ജ് ആണെങ്കിലും ഇത് പുതിയത് പണിതുകൊണ്ട് വണ്ടികളെല്ലാം വില്ലേജുകളിലേക്ക് പോകണ്ട. ഇത് പണിതത് BRO ആണ്, ഗ്രിഫാണ് ഈ ഒരു റൂട്ടിലൊക്കെ ബ്രിഡ്ജ് എല്ലാം പണിതേക്കണത്. നല്ല ഭംഗിയായിട്ടാണ് ഡിറി റിവർ ഒഴുകണത്. എന്ത് ഭംഗിയല്ലേ കാണാൻ വേണ്ടി. ഈ കാണുന്നതാണ് അലിനി എന്ന് പറഞ്ഞ വില്ലേജ്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ വീണ്ടും കുറച്ച് വീടുകളുണ്ട്. ഇവിടുത്തെ വില്ലേജുകളിലൊക്കെ ഏകദേശം 1-2 വീടുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അടിയിലാണ് വില്ലേജ്. പക്ഷേ അനിനിയാണ് ഇവിടുത്തെ ഹെഡ് ക്വാർട്ടർ കേട്ടോ. മെയിൻ ഹെഡ് ക്വാർട്ടർ അനിനിയാണ്. ഇത് സ്ഥിതി ചെയ്യണത് അപ്പർ ഡിബാങ് വാലി ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ. ഇവിടെ അടിയിലും വേറെ വീടുണ്ട്. എനിക്ക് തോന്നുന്നു പോണ റൂട്ടിലൊക്കെ വേറെ വീടുകൾ ഓരോന്നായിട്ട് കാണാൻ പറ്റും. ഇതെല്ലാം ഈ അലിനി എന്ന് പറഞ്ഞ വില്ലേജിൻ്റെ ഉള്ളിലാണ് വരുന്നത്. ഇവിടെ കാണുന്നതൊക്കെ കൂടുതലും ഹോം സ്റ്റേകളാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഒരു കഫേ ഉണ്ട്. ഇതൊന്നും തുറന്നിട്ടില്ല. ഇതും വില്ലേജിൻ്റെ ഭാഗങ്ങൾ തന്നെ കേട്ടോ. അലിനി എന്ന് പറഞ്ഞ വില്ലേജിൻ്റെ ചെറിയ വീടുകളുണ്ട്. വലിയ വീടുകൾ നിങ്ങൾ കാണുന്നത് കൂടുതലും ഹോം സ്റ്റേ ആയിരിക്കും. ഇവിടെ കടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഫുഡ് വല്ലതും കഴിക്കാട്ടാ. നല്ല വിശപ്പുണ്ട്. അവിടെ ഒരു മഞ്ഞ് പോലെ കാണാൻ പറ്റില്ലേ. അടിപൊളിയാട്ടോ. നല്ല രീതിയിൽ മഞ്ഞ് വീണ് കിടപ്പുണ്ട്. നമ്മളെ കയറി വന്ന റൂട്ടാണ് ഇത്. ഇവിടെ നിന്ന് ഇങ്ങനെ പോകണമെങ്കിൽ ഒരുപാട് ഇതേപോലെയുള്ള ബ്രിഡ്ജുകളുണ്ട്. റോഡൊന്നും വലിയ കുഴപ്പമില്ല കേട്ടാ. നമ്മൾ ഈ കാണുന്ന റോഡിൽ ഇനിയും ഒന്നും കൂടെ വലുതാക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് പറഞ്ഞു കേട്ടോ കേട്ടാ. ഇതൊരു 4 ലൈനൊക്കെ ആവും ചിലപ്പോൾ ഭാവിയിൽ. ഇപ്പോൾ 2 ലൈനാണ്, ചിലപ്പോൾ ഭാവിയിൽ 4 ലൈൻ ആവും. നേരത്തെ ഒറ്റ ഇതായിരുന്നു കേട്ടോ, ചെറിയൊരു റൂട്ടായിരുന്നു. അത് ഇത്രയും വലുതാക്കി ടാർ ചെയ്ത് ഇനി മിക്കവാറും വലുതാക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് തോന്നണത്. പിന്നെ അതുപോലെ തന്നെ ഇവിടേക്കൊക്കെ എന്തോ പുതിയ റൂട്ട് കട്ട് ചെയ്യേണ്ട കേട്ടോ. എങ്ങോട്ടേ കാണുന്നൊരു പിടുത്തമില്ല. അത് ഇവര് ITBP കാരാണ് കേട്ടോ. അപ്പോൾ അവർ നമ്മുടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് പോകണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ അച്ചസ് പിടിക്കാനാണ് പ്ലാൻ ഇട്ടേക്കുന്നത്. അച്ചസ് അടുത്താണ്, ഏകദേശം 10 കിലോമീറ്റർ ഉള്ളൂ. കാരണം ഇന്നലെ നമ്മൾ ട്രെക്കിങ് കഴിഞ്ഞ് വന്നിട്ട് ഏകദേശം ഭയങ്കര ബോഡി പെയിനാണ്. അപ്പോൾ അതുകൊണ്ട് കാലൊക്കെ ഭയങ്കര പെയിനുണ്ട്. എൻ്റെ കാലം ഓൾറെഡി നമ്മുടെ സർജറി കഴിഞ്ഞിട്ടും നമ്മൾ കുറേ എക്സസൈസ് കാര്യങ്ങളൊന്നുമില്ല. നോർമലി സൈക്കിൾ ചവിട്ടും, അല്ലാണ്ട് അതിന് വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ ഭവിഷ്യത്തുകൾ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ട്രെക്ക് ചെയ്യുമ്പോൾ നല്ല പെയിനുണ്ട് കാല്. അപ്പോൾ എന്തായാലും നമുക്ക് അച്ചസ് ചെന്നിട്ട് റെസ്റ്റ് ആക്കാം. അതുപോലെ തന്നെ ഈ ഒരു റൂട്ടും മിക്കവാറും വലുതാക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇത് ചെറിയൊരു റോഡാണ്. ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് റോഡ് പണിയാൻ ചാൻസ് ഉണ്ട്. ഇതൊരു കൃഷിപ്പാടം കേട്ടോ. എനിക്ക് തോന്നുന്നത് കിവിയാണ്. കിവിയുടെ സീസൺ തുടങ്ങി വന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഫുള്ള് കിവി ആയിരിക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ കിവി കണ്ടത് അരുണാചലിലെ ഡിറാങ്, ഷേർഗാവ് ആ ഒരു ഭാഗത്താണ് കിവി കണ്ടത്. ഇവിടെയൊക്കെ ഉണ്ട്, അത്യാവശ്യം ഉണ്ട്. കിവി ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. ഓറഞ്ചിൻ്റെ സീസൺ ഇപ്പോൾ കഴിഞ്ഞ്. ഓറഞ്ച് വളരെ കുറവാണ്. ഓറഞ്ച് എനിക്ക് തോന്നുന്നു നവംബർ ഡിസംബർ ആ ഒരു ടൈമിലാണ് തോന്നുന്നുണ്ടാ. അതുപോലെ തന്നെ ഈ ഒരു മലനിരകളൊക്കെ എന്ത് ഭംഗിയാണല്ലോ കാണാൻ വേണ്ടി. നമ്മൾ വന്നോക്കിയൊക്കെ ആകെ കൂടുതലാണ് അത് ഇതേപോലെയുള്ള മനോഹരമായ മലനിരകൾ മാത്രമേ ഉള്ളൂ. ഇവിടെയൊക്കെ ചെറിയ ചെറിയ വീടുകൾ കാണില്ലേ. ഇത് ഇവരുടെ കൃഷിക്കാരൻ കേട്ടോ. ഇതിങ്ങനെ ഫുള്ള് അടച്ചിട്ടേക്കണോണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാമെന്നിട്ടാ. അത്യാവശ്യം आप लोग कहाँ से हो? बंगाल से आ रहे हैं। अच्छा, बंगाल कौन सा बंगाल। कौन सा पता है? ये कौन सा एरिया में बंगाल में? बंगाल दुर्गापुर। कोलकाता दो सेट है। एक हो जाए, एक और 2 हो जाए। अरे रखे नहीं मतलब कैरी करने के लिए मुश्किल है। थैंक यू। ओके थैंक यू। फर्स्ट हम मिले थे वहाँ पर। कहाँ में? कल आपको याद है ना, माटू वाटरफॉल गया था ना। नहीं वो नहीं गया, ग्रासलैंड पे। ग्रासलैंड में, एमोली ग्रासलैंड पे। हाँ आप हमसे पूछे ना, हम दोनों आ रहे थे, आप चढ़ के आ रहे थे कि ऊपर कितना दूर फर्स्ट कैंप है। मैंने बोला कि वहाँ पर ऊपर आर्मी लोग हैं, आप जाओ। നമുക്ക് വന്നൊഴിക്ക് അവര് തന്നെ 2 ഉള്ളൂ കേട്ടാ. എന്നാലേ ഓണ റൂട്ടിലേക്ക് ഇതേപോലെ ഒരുപാട് ടൂറിസ്റ്റുകളെ കാണാൻ പറ്റും. അടിയിൽ കണ്ടില്ലേ, അടിയിൽ ഡിറി റിവറാണ് ഈ ഒഴുകി പോണത്. ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടി. നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ ഡിറി റിവറിന്റെ. അതുപോലെ തന്നെ ഈ കാണുന്ന മലനിരകളും അടിപൊളിയാണ്. നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇറക്കമുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ കയറ്റമുണ്ട്. ഈ ഒരു ഇറക്കം വരുമ്പോഴാണെങ്കിലും കയറ്റം വരുമ്പോഴാണെങ്കിലും നമുക്ക് ഭയങ്കര പണിയായിട്ട്. ഇറക്കമാണ് കൂടുതലും പണി, അതുപോലെ തന്നെ കയറ്റം പണിയുണ്ട് കേട്ടോ. കാരണം ഒന്നാമത്തെ കേസ് നമ്മുടെ സൈക്കിൾ കംപ്ലൈൻ്റ് ആണ്. രണ്ടാമത്തെ കേസ് നമ്മുടെ കയ്യിൽ ബ്രേക്ക് ഇല്ല. ബ്രേക്ക് കുറച്ച് സീനാണ്. കുറച്ച് സീനൊന്നുമല്ല, ബ്രേക്ക് ആകെ ഇത്തിരി എന്തോ ഉള്ളൂ. അപ്പോൾ ആകെ മൊത്തത്തിൽ പെട്ടിരിക്കുന്നുണ്ട്. ഇനി റോയിങ് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സെറ്റ് ആക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ റോയിങ്ങിൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ആസാമിൽ ഉണ്ട് ഒരു കേട്ടോ. കാരണം ഇവിടെ വേറെ കടകളായിട്ടില്ല. അല്ലെങ്കിൽ പിന്നുള്ളത് നംസായിലാണ്. നംസായി വീണ്ടും ദൂരം വരും. എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോയിങ് കിട്ടിയില്ലെങ്കിൽ
അവിടുന്ന് ഏകദേശം 19-20 കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ചതിന് ആസാമിൻ്റെ ഒരു ബോർഡർ ഉണ്ട്, അവിടെ കിട്ടുമെന്നാണ് കേട്ടത്. മാക്സിമം അവിടെ ചെന്ന് മേടിക്കാലാന്ന് വിചാരിച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ പെർമിറ്റും ഒന്ന് പുതുക്കാലാന്ന് വിചാരിച്ച്. എന്തായാലും ഇൻഷാല്ലാ നമുക്ക് നോക്കാം. എന്തായാലും ഇന്ന് HSO പിടിക്കാനാണ് പ്ലാൻ ഇട്ടേക്കുന്നത്. മക്കളെ, നമ്മളിപ്പോൾ ഏകദേശം ഒരു 3-4 കിലോമീറ്ററും കൂടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ HSO എന്ന് പറഞ്ഞ സ്ഥലത്തും. അടിപൊളി സ്ഥലം എന്നാണ് കേട്ടേക്കണത്, ഒരു ഐഡിയ ഇല്ല. നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളൊക്കെ ഞാൻ എന്തായാലും കാണിക്കാം. അതുപോലെ തന്നെ നമ്മൾ സഞ്ചരിക്കുന്ന റൂട്ടാണ് ഈ കാണുന്നത്. എന്ത് ഭംഗിയാണല്ലേ, ഫുള്ള് പച്ചപ്പാർന്ന, ഫുള്ള് സ്ഥലങ്ങളും പച്ചപ്പാർന്ന് ഇങ്ങനെ കിടക്കണേ കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഡിറി വാലി എന്നുള്ള, നമ്മളിപ്പോൾ ഡിറി വാലിയിലാണ്, പക്ഷേ ഇവിടെ ഡിറി എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. അതുപോലെ ഇവിടെ കുറച്ച് സൈൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ. ഇത് ടൂറിസ്റ്റുകളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു സ്പോട്ടും കൂടെയാണ്. ഇവിടെ വന്ന ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കും, വീഡിയോ ഒക്കെ എടുക്കും. അതുപോലെ ഇത് നോക്കി നല്ലൊരു സെറ്റപ്പിലാണ് ഇവർ വെച്ചേക്കുന്നത്. നമ്മൾ ഇന്നലെ പോയില്ലേ 7 ലേക്ക്, അതിൻ്റെ അവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ നമുക്ക് ഇതേപോലെ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റും. ഇമിലി ഗ്രാസ് ലൈൻ എന്ന് പറഞ്ഞ് ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തട്ടാ. നമ്മളെന്തായാലും ഇവിടെ വരെ വന്നിട്ട് ഫോട്ടോസൊന്നും എടുക്കാണ്ട് പോകുന്നത് ശരിയല്ല. എന്തെങ്കിലും ഇവിടെ നടന്ന് പോവാൻ തെളിഞ്ഞിരിക്കണേട്ടോ. എവിടെയൊക്കെ മഴയും പെയ്തല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇവിടെ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഡെസ്റ്റിനേഷൻ വെച്ചിട്ടുണ്ട്. ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. ചൈന ഗേറ്റ് 2000 ആണ്. അതിന് 2282 കിലോമീറ്ററാണ് കേട്ടോ. അതുപോലെ തന്നെ അനിനി, അത് ഇന്ത്യയിലാണെന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ താജ്മഹലിലെ കിലോമീറ്റർ ഏകദേശം 1761 കിലോമീറ്റർ താജ്മഹൽ. പിന്നെയുള്ളത് മച്ചു പിച്ചു എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ, പെറുവിലാണ്. പെറുവിലുള്ള സ്ഥലം, അത് 17,906 കിലോമീറ്റർ. അങ്ങനെ ഓരോ സ്ഥലങ്ങളും ഇതേപോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ഇറ്റ്സ മെക്സിക്കോ 4493 കിലോമീറ്റർ. കൊളോസം ഇറ്റലി 7410 കിലോമീറ്റർ കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ പെട്ര ജോർദാൻ 5778 കിലോമീറ്റർ കേട്ടോ. ഇവിടെ ഇപ്പോൾ ആരുമില്ല, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുപ്പിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ട്രൈപ്പോഡില്ല, ട്രൈപ്പോഡ് ഒടിഞ്ഞു പോയി. അതുകൊണ്ട് അതും ചെറിയൊരു പണിയായിട്ട് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് കുറേ വീഡിയോസും ഫോട്ടോസും എടുക്കാൻ പറ്റാണ്ട് ആകെ പണിയായിട്ടിരിക്കണേ കേട്ടോ. എനിക്ക് ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ലൊക്കേഷൻ അല്ലേ. ഇവിടെയും നമ്മൾ ഫോട്ടോ എടുത്തില്ലേ പിന്നെ എവിടെ നിന്നാണ് ഫോട്ടോ എടുക്കുക. പിന്നെ അതുപോലെ മെക്സിക്കോ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമ്മൾ വായിച്ചതാണ് കേട്ടോ. ഈ കാണുന്നത് മിഥുൻ്റെ ഇതാണ് കേട്ടോ. അരുണാചല സ്റ്റേറ്റ് ആനിമലാണ് മിഥുൻ. ഇവിടെ ഇഷ്ടം മാതിരി ഉണ്ട് കേട്ടോ. ഈ കാണുന്നതൊക്കെ മിഥുനാണ്, ഉണ്ടല്ലേ. ഈ ഒരു ഭാഗത്ത് ഫുള്ള് ഇങ്ങനെ മിഥുൻ കുട്ടന്മാർ ഇങ്ങനെ ഇരിക്കണേ കേട്ടോ, പുല്ലുന്നുണ്ട്. നമുക്ക് എന്തായാലും പോകേണ്ട റൂട്ട് ഇതാണ്. അപ്പോൾ എന്തായാലും പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. ആരും വന്ന് ഇതുവരെ കണ്ടില്ല, കാണണമെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാറുണ്ട്. പക്ഷേ നമ്മളെ ഇപ്പോൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി കേട്ടാ. ഇപ്പോൾ അതേ HSOയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ ഒരു ലൊക്കേഷൻ ഒരു രക്ഷയില്ലാട്ടോ മക്കളെ. എന്താ പറയേണ്ടത് എനിക്കറിയില്ല. നിങ്ങൾ ഒരു പ്രാവശ്യം മുന്നോട്ടെ എന്തായാലും മസ്റ്റായിട്ട് വരേണ്ട സ്ഥലം കൂടിയാണ് HSO ബ്രൂണി. അതുപോലെ തന്നെ ചിഗു ബ്രൂണി ഒന്നും പോയിട്ടില്ല, പോയിക്കൊണ്ടിരിക്കുന്നത്. HSO എത്താറായിട്ടുള്ളൂ. ഇവിടെയൊക്കെ വണ്ടികൾ ഇപ്പോൾ കുറേ ഒന്നും കണ്ടില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വണ്ടികൾ പോകുന്നുണ്ടായിരുന്നു, ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് പോകുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളി ലൊക്കേഷൻ ഉണ്ട്. തന്നെ ആകെ റീൽസിൽ മാത്രമേ ഈ ഒരു ലൊക്കേഷനെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇത് കണ്ടിട്ട് ഇവിടുന്ന് പോകാൻ തോന്നാത്തൊരു ഫീലാണ് കേട്ടോ. ഇത് എനിക്ക് फोन है कि कुछ आलकर करना। हाय भैया, आपका नाम क्या है? मेरा नाम तीनोयन बरमुडो है। अच्छा, आप कहाँ से हो? मैं असम से हूँ। अच्छा, हाय, आपका नाम? वास्तव गोगोई। अच्छा, आप भी असम का है ना? अच्छा, आप लोग असम कौन सा जगह का है? हम असम गोलाघाट डिस्ट्रिक्ट से हैं। गोलाघाट। आप भी? अच्छा, आप लोग कहाँ घूम के आया? हम अभी अनिनी के वो लास्ट पॉइंट तक घूम के आए। अच्छा, एक्सपीरियंस क्या? बहुत अच्छा है। अच्छा है ना? बहुत अच्छा है। अच्छा, आपको लोग के लिए क्या सजेशन कर सकते हैं, मतलब वहाँ का जगह के लिए? और आना क्या चाहिए, सबको आना चाहिए जगह का, मतलब ये एक्सपीरियंस लेना चाहिए। पूरा अरुणाचल का एक्सपीरियंस लेना चाहिए। बहुत अच्छा मतलब और एक्सप्लोर करें। अच्छा, बहुत ज्यादा मतलब हिडन जेम भी है, वाटरफॉल ज्यादा है। ये तो नेचर भी बहुत अच्छा है, बहुत अच्छा है। हवा अच्छी है। हवा अच्छा है, वाटर भी अच्छा है, लोग भी अच्छा है, एयर क्वालिटी बहुत अच्छा है। बहुत अच्छा है। और मतलब मैं बोलने के लिए माइंड में मिस होगा, मतलब मेरा ये चश्मा मिस होगा रास्ता में। आप लोग का गाड़ी में हम लेके आया, इसलिए तो बहुत आपको कैसे थैंक्स बोलने का पता नहीं। बहुत थैंक यू, आपको भी बहुत थैंक्स है। और मिलेगा, आप भी अच्छे से ट्रैवल कर लो, मैं भी अच्छे से ट्रैवल करेगा, फिर भी मिलेगा। ഓക്കെ, നല്ല രീതിയിൽ ഇട്ടി തുടങ്ങി കേട്ടാ. എൻ്റെ കണ്ണട വഴിയിൽ വെച്ച് മിസ്സായി പോയി. ഞാനിങ്ങനെ കുറേ ആലോചിച്ചു, കണ്ണട അവിടെ പോയി. അവസാനം ആലോചിച്ചു നമ്മളെ വന്നവയ്ക്കൊരു ചെറിയൊരു കടയിൽ ബാത്റൂം യൂസ് ചെയ്തായിരുന്നു. ആ ബാത്റൂമിൻ്റെ സൈഡിൽ വെച്ചിട്ടാണ് വന്നത്. ഭാഗ്യത്തിന് ഇവരെ കിട്ടിയാന്നായി.
ഞാൻ ഇവരെ കണ്ടപ്പോഴാണ് പക്ഷേ കണ്ണടയുടെ കാര്യം വിട്ടുപോയല്ലാന്ന് ആലോചിച്ചത്. ഭാഗ്യത്തിന് ഇവരുടെ വണ്ടി കിട്ടി. ആ വണ്ടിക്ക് പോയി സാധനം എടുത്തിട്ടുണ്ടെന്ന് അതുകൊണ്ട് കിട്ടിയാട്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് മറന്നവനെ. കിട്ടിയിട്ട് നല്ല രീതിയിൽ. ഇനിയിപ്പോൾ എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാൻ സ്ഥലം സെറ്റാക്കണം. അപ്പോൾ അവിടെ എന്തോ ഒരു ഇത് കാണട്ടെ. എനിക്ക് തോന്നുന്നു വല്ല ഹോം സ്റ്റേ ആയിരിക്കും തോന്നുന്നു. എന്തായാലും എവിടെയെങ്കിലും ഒന്ന് അന്വേഷിച്ച് നോക്കാം കേട്ടോ.